ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാം. മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലിയും അതിന് പറ്റിയൊരു ചട്നിയുമാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ രീതിയിൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചാൽ ഷുഗർ കൂടുകയുമില്ല, ബോഡി വെയ്റ്റ് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ സ്വർഗം മില്ലറ്റ് എന്ന് പറയുന്ന മണിച്ചോളമാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ചെറുധാന്യമാണ്. അതുകൊണ്ട് നമുക്കിത് കഴിച്ചാൽ നമ്മളുടെ ബോഡി വെയ്റ്റ് കൂടുകയോ ഷുഗർ കൂടുകയോ ചെയ്യില്ല. കാലറി വളരെ കുറവായതുകൊണ്ട് അരി ഗോതമ്പ് കഴിക്കുന്നതിലും വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് കഴിക്കാം. റിസ്ക് ഇല്ലാതെ ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസുകാർക്കും കഴിക്കാൻ പറ്റും. രാവിലെയും രാത്രിയും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. 3/4 കപ്പ് മണിച്ചോളമാണ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടത്. ഇതിന് നികക്കെ വെള്ളമൊഴിച്ച് 8-10 മണിക്കൂർ കുതിരാൻ വയ്ക്കണം. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് രാവിലെയാണ് കുതിരാൻ വയ്ക്കുന്നത്. മില്ലറ്റ് കുതിർന്നതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം വെള്ളമൊഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഞാനൊരു 1/3 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് നമ്മൾ സാധാരണ ഉഴുന്ന് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ നന്നായിട്ട് വാഷ് ചെയ്ത് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കണം. മില്ലറ്റ് കുതിർത്തിയ വെള്ളം നമ്മൾ കളയുന്നത് കൊണ്ട് ഉഴുന്ന് കുതിർത്തിയ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ഉഴുന്ന് കുതിർത്താൻ വെക്കണം. ഒത്തിരി കൂടുതൽ വേണ്ട, പോരാത്ത വെള്ളം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു 6:30-7 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ മില്ലറ്റ് കുതിർത്തിയ വെള്ളമൊക്കെ കളഞ്ഞ് ഞാനൊരു അരിപ്പയിൽ അരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതാണ്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മില്ലറ്റ് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉഴുന്ന് നല്ലതുപോലെ കുതിർന്നിരിക്കുകയാണ്. ഈ ഉഴുന്നിലെ വെള്ളമാണ് ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. മില്ലറ്റ് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം അരക്കണം. അപ്പം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നിലെ വെള്ളം ചേർത്താണ് ഞാൻ അരച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്തിയ ഉഴുന്നും ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് ഊറ്റി മാറ്റിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇഡ്ഡലി ആയതുകൊണ്ട് കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ മില്ലറ്റും ഉഴുന്നും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇത് കറക്റ്റ് പാകമാണ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾ വെള്ളം ചേർത്താൽ ഇത് കുറച്ച് ലൂസായി പോകും. അതുകൊണ്ട് മിക്സിയുടെ ജാറിലുള്ള ബാറ്ററെല്ലാം നമ്മളൊരു സ്പൂൺ കൊണ്ട് വടിച്ചതിലേക്ക് ചേർക്കാം. ഞാനതെല്ലാം ഇതിലേക്ക് വടിച്ച് ചേർത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇഡ്ഡലി മാവിൻ്റെ അളവിൽ തന്നെയാണ് ഇതിപ്പോൾ ഉള്ളത്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6:30-7 മണിയായിട്ടുണ്ട്. മാവ് നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ്. നമ്മൾ ചരിച്ചാൽ അത് ഒഴുകിപ്പോരില്ല. അതുപോലെയാണ് ഇത് നന്നായിട്ട് കട്ടിയിൽ പൊങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി മൂടി വെച്ച് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള തേങ്ങയില്ലാത്ത ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഡയബറ്റീസുകാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാൻ ചട്നി തയ്യാറാക്കുന്നത്. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ അത് ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 10-12 ഉലുവയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് പൊട്ടിച്ചെടുക്കുക. കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ
കടലപ്പരിപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് ചൂടാക്കാം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒന്ന് നല്ലതുപോലെ മൂക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം പകുതി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും വഴറ്റി കൊടുക്കാം. കശുവണ്ടിയൊക്കെ ഒത്തിരി മൂത്ത് പോകരുത്. നിറം മാറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത് അതും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി എരിവിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 3 കാശ്മീരി വറ്റൽമുളകും 2 നാടൻ വറ്റൽമുളകുമാണ് ഞാൻ ചേർക്കുന്നത്. എരിവിനനുസരിച്ചുള്ള മുളക് നിങ്ങൾക്ക് ചേർക്കാട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നീളത്തിലരിഞ്ഞ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ്. അത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഈ ചട്നിക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. നല്ല സോഫ്റ്റായി നല്ല കുഴഞ്ഞ പരുവത്തിലാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നല്ല കുഴഞ്ഞ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചട്നിക്ക് വേണ്ട പുളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം വാളംപുളിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പുളിക്കുള്ള വാളംപുളി ചേർക്കുക. തക്കാളിയുടെ പുളി മാത്രം മതിയെന്നുള്ളവർക്ക് ഈ പുളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുളി ഒന്ന് ചൂടായതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കാം. ചട്നിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണമെങ്കിൽ 2 ടീസ്പൂൺ തേങ്ങ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡയബറ്റീസുകാർക്ക് ചെയ്യുന്നത് കൊണ്ട് തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നില്ല. ചട്നിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ മസാല തണുത്തതിന് ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിലെ ജാറിലുള്ള അരപ്പ് കുറച്ച് വെള്ളത്തിൽ ഇതിലേക്ക് ചുറ്റിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നീട്ടിയെടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നീട്ടിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് പോരാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുളി ബാലൻസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ 2 പിഞ്ച് പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഞാനിത് ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി മൂപ്പിച്ചത് ചേർത്ത് നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ചെടുക്കുകയാണ്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് എണ്ണ തടവിയ ഇഡ്ഡലി സ്റ്റാൻഡാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മില്ലറ്റ് ഇഡ്ഡലി ബാറ്ററാണ് നമ്മളിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇനി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരി കൊണ്ടുള്ള ഇഡ്ഡലി പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഇഡ്ഡലി ഇപ്പോൾ തയ്യാറാക്കിയ ചട്നിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഈ ചട്നി നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്കും ചോറിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും ചട്നി ആണെങ്കിൽ അതിൻ്റെ കൂടെയും നമുക്കിത് ഉപയോഗിക്കാം. ഇഡ്ഡലി മാവ് അരക്കുമ്പോൾ 1 ടീസ്പൂൺ ചോറ് ചേർത്താൽ കുറച്ചുകൂടി മാർദ്ദവമുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ. പിന്നെ ഇത് ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസുകാർക്കും വേണ്ടി തയ്യാറാക്കിയത് കൊണ്ട് ഞാൻ ചോറ് ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. എന്നാലും നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.